പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സായം സന്ധ്യയിൽ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൻ്റെ മഞ്ചിൽ കടന്നു വന്ന ഒരു തിരുവചനം സംസാരിപ്പാൻ കർത്താവ് നൽകിയ അവസരത്തിലായ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഗ്രൂപ്പിൻ്റെ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ റോസിംഗ് സുരേഷ്, മറ്റ് അഡ്മിൻസ്, എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ, ക്രിസ്തുയേശുവിൽ ഞാൻ സ്നേഹത്തെ അറിയിക്കുന്നു. ഒരു പാട്ടിൻ്റെ 4 ലൈൻ പാടി വചനഘോഷത്തിൽ പോകാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. जुड़ गए उस खुदा से जुड़ गए, मिल गए उस खुदा से मिल गए, जुड़ गए उस खुदा से जुड़ गए, मिल गए उस खुदा से मिल गए. प्रेम को देखा था मैंने उससे, अपना बेटा दे दिया उसने. प्रेम को देखा था मैंने उसके, अपना बेटा दे दिया उसने. भागे ये उसके हम भागे, मिल गए उस खुदा से मिल गए उस खुदा से मिल गए उस खुदा से मिल गए. दूरी में ना ली थी मैंने उससे, फिर भी चला आया करीब मेरे. दूरी में ना ली थी मैंने उससे, फिर भी चला आया करीब मेरे. आगे ये हम करीब आगे ये उस खुदा से मिल गए उस खुदा से मिल गए उस खुदा से मिल गई. बहा दिया खून क्रूस पर अपने, पास ले आया यीशु तू अपने. बहा दिया खून क्रूस पर उसने, पास ले आया यीशु तू अपने. हो गए हम उसके, हम हो गए, मिल गए उस खुदा से मिल गए उस खुदा से मिल गए उस खुदा से मिल गए. दूरी बना ली थी मैंने उससे, फिर भी चला आया करीब मेरे. दूरी बना ली थे मैंने उससे, फिर भी चला आया करीब मेरे. आगे ये हम करीब आ गए, मिल गए उस खुदा से मिल गए हम उस खुदा से मिल गए उस खुदा से मिल गए उस खुदा से मिल गए. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ സായം സന്ധ്യയിൽ ഒരു വചനം നിങ്ങൾ മുമ്പിൽ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യമാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. പ്രിയരെ, നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നു. ഒരു മനുഷ്യനൊന്നും പറയാൻ പറ്റാത്ത ലോകത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇന്ന് നമുക്കറിയാം. നാളത്തെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇന്ന് കേരളത്തിൽ വളരെ മാരകമായ, ഞാൻ മനസ്സിലാക്കുന്ന രോഗം ക്യാൻസറാണ്. ക്യാൻസർ വന്ന് അനേക ആളുകൾ പ്രായം ചെല്ലാതെ
അവരുടെ സമയം കഴിയാതെ അവർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ കർത്താവിനെ ആശ്രയിക്കുന്നവർ, കർത്താവ് കടന്നു വരുന്നു, കർത്താവ് പെട്ടെന്ന് വരും എന്നുള്ള ചിന്തയിൽ, എന്നുള്ള ആഗ്രഹത്താൽ നമ്മൾ ഇരിക്കുമ്പോൾ ലോകം ഇന്ന് പല തരത്തിലുള്ള പ്രശ്നങ്ങളാൽ, വിഷമങ്ങളാൽ, പ്രയാസങ്ങളാൽ ഇന്ന് ലോകം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് രണ്ട് തരത്തിലുള്ള ന്യായാസനങ്ങളെ കുറിച്ചാണ്. ഒന്ന് ക്രിസ്തുവിൻ്റെ ന്യായാസനം, രണ്ട് ഗ്രേറ്റ് വൈറ്റ് ത്രോൺ, വലിയ വെള്ള സിംഹാസനം. ഈ രണ്ട് സിംഹാസനത്തിൽ നമ്മൾ ഏത് സിംഹാസനത്തിന് മുമ്പിലാണ് നിൽക്കാൻ പോകുന്നത്, അതിൻ്റെ ഇലക്ഷൻ, അതിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മുടെ കയ്യിലാണ്. ഇത് രണ്ട് കൂട്ടർക്ക് വേണ്ടിയുള്ളതാ. ഒന്ന് വിശ്വാസികൾക്ക് വേണ്ടി, അത് ക്രിസ്തുവിൻ്റെ ന്യായാസനം. രണ്ട് അവിശ്വാസികൾക്ക് വേണ്ടി, അത് വെള്ള സിംഹാസനം. ഈ രണ്ടിൽ ഏതിലാണ് നമ്മൾ പോകേണ്ടത്, ഏത് സിംഹാസനത്തിന് മുമ്പിലാണ് നിൽക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ചില കോളേജിനും വലിയ വലിയ ഓഫീസിലൊക്കെ നമ്മൾ ഏതെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ അവിടെ ക്യൂവിൽ നിൽക്കണം. അതിന് ഓരോ കിടക്കിയുണ്ട്, ഓരോ ജനലുണ്ട്, ഓരോ നമ്പറുണ്ട്. ആ ജനലിൻ്റെ ആ ലൈനിൽ പോയി നമ്മൾ ഇങ്ങനെ നിൽക്കണം 2 മണിക്കൂർ 3 മണിക്കൂർ. തെറ്റി നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടതോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതൊന്നും നമുക്ക് നേടാൻ പറ്റില്ല. അതുപോലെ പ്രിയമുള്ള രണ്ട് തരത്തിലുള്ള ന്യായാസനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അതിൽ ഏതിലാണ് നിങ്ങൾ പോയി നിൽക്കുന്നത്, നമ്മൾ പോയി നിൽക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും നമുക്കാണ്. നമ്മൾ അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. പ്രിയമുള്ളവരെ, ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 4-ാം വാക്യം നമുക്ക് വായിക്കാം. ദാനിയേൽ 7-ന്റെ 4 മുതൽ 9 ഭാഗം വായിക്കുമ്പോൾ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടിരോമം പോലും. അവന്റെ സിംഹാസനമോ അഗ്നിജാലയോ അവന്റെ രഥചക്രങ്ങൾ കത്തുന്നതും തീയുമായിരുന്നു. പ്രിയരെ, ഇവിടെ ഒരു സിംഹാസനം വെച്ചിരിക്കുക. നമ്മൾ ലോകത്തിലായിരിക്കും പലതരത്തിലുള്ള കോർട്ട് അല്ലെങ്കിൽ കോടതിയെ കാണാൻ പറ്റും. ഇന്ന് ഏത് കൊലപാതകം ചെയ്താലും, ഏത് കുഴപ്പം കാണിച്ചാലും ചില വക്കീലന്മാരെ എങ്ങനെ തയ്യാറായിരിക്കുക. പൈസ ഉണ്ടല്ലോ, പൈസ കൊടുത്താൽ അവരെന്തിനും ഏത് തെറ്റിനും വാദിക്കും. താലൂക്കുകളുടെ കോടതി, ജില്ലാ കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതി വരെയുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്, ഇവിടെ ഒരു ന്യായാസനത്തിൽ ഇവിടെ പ്രിയമുള്ളവരെ, ഇവിടെ ഒരു ന്യായാധിപൻ ഇരിക്കുക. നമുക്കറിയാം, ഈ ലോക കോടതിയിൽ ഏതെങ്കിലും ഒരു തീരുമാനം നമുക്കെതിരായിട്ട് വന്നാൽ നാം എന്താ ചെയ്യുക? നാം അതിൻ്റെ ഉപരി കോടതിയിൽ പോകാറുണ്ട്. എവിടെയെങ്കിലും നമുക്ക് നീതി ലഭിക്കുന്നുള്ളൊരു വിശ്വാസമാണ്. എന്നാൽ സ്വർഗീയ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോക കോടതിയിൽ നിന്ന് ശകലം വ്യത്യാസമുണ്ട്. ചിലർ അങ്ങനെ കണക്കാക്കി വെച്ചിരിക്കുന്നത്. ചിലർ പറഞ്ഞ് ഇത് വെറും ഇമാജിനേഷൻ ആണെന്നാണ് ചിലരുടെ ധാരണ. സ്വർഗത്തിലെ പ്രിയമുള്ളവരെ, ആ കോടതിയെക്കുറിച്ച്, ന്യായാധിപനെക്കുറിച്ച്, അവിടുത്തെ ടോപ്പിക്കിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. സങ്കീർത്തനം 58:11 എഴുതിയിരിക്കുന്നത്, ആകയാൽ നീതിമാന് പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുവാൻ ഒരു ദൈവമുണ്ട് നിശ്ചയം. അതിനോട് ചേർന്നൊരു വാക്യം യോഹന്നാൻ 5:22, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടത്. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, രണ്ട് തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് കേട്ടോ. ഒന്ന് തീർത്തും ഗതികെട്ടവർ, പാവങ്ങൾ, ഒരു നേരത്തെ വകയില്ലാത്തവർ. മറ്റൊരു കൂട്ടരുണ്ട് ഈ ലോകത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്നവർ. അവർക്ക് ഇവിടെ മാത്രം, സ്വർഗത്തിൽ കൂടെ അവർ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടുത്തെ സുഖം മാത്രം പോരാ, ഇവിടുത്തെ ഫെസിലിറ്റീസ് പോരാ, സ്വർഗത്തിൽ കൂടെ അവർക്ക് വേണം. രണ്ട് തരത്തിലുള്ള ആളുകളെയാണ് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ നമ്മൾ ഈ വിഷയം മുന്നോട്ട് ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ, സ്വർഗീയ കോടതിയിലെ ന്യായാധിപൻ എന്ന് പറയുന്നത് ദൈവമാണ്. കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്കും സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ് പ്രിയമുള്ളവരെ ഈ ന്യായവിധികൾ നടക്കുന്നത്. സ്വർഗത്തിൽ ഇന്നത്തെ പീനൽ കോഡ് പോലെ സ്വർഗത്തിലും ചില പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിലൊരു പുസ്തകത്തിന്റെ പേരാണ് വെളിപ്പാട് 20:15 ജീവപുസ്തകം എന്ന് പറയുന്നത്.
മലാക്കി 3:16 കാണുന്നത് സ്മരണയുടെ ഒരു പുസ്തകമുണ്ട്, സ്മരണയുടെ പുസ്തകം. യോഹന്നാൻ 14:48 കാണുന്നത് ദൈവവചനം. റോമർ 2:12 കാണുന്നത് മനസാക്ഷി എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. സങ്കീർത്തനം 50:4 ആകാശവും ഭൂമിയും പോലും സാക്ഷി പ്രസ്താവിക്കാൻ കടന്നു വരുമെന്നാണ്. പ്രിയമുള്ളവരെ, ഇവിടുത്തെ പ്രതികൾ ആരെന്നറിയാമോ? അവിശ്വാസികൾ. ചിലർ വിശ്വാസത്തിന്റെ പേരിൽ നിന്നിട്ടും അവിശ്വാസം കാണിക്കുന്നവരുണ്ട്. അവരെയും ദൈവം വെറുതെ വിടാൻ പോകുന്നില്ല. കായൻ മുതൽ ഇന്ന് വരെയുള്ള ദുഷ്ടന്മാരാ കാറ്റഗറിപ്പെടുന്നവരാ. അതുപോലെ തന്നെ പാപം ചെയ്ത ദൂതന്മാർ. യഹസ്കൽപ്പന വായിക്കുമ്പോൾ നമുക്കറിയാം, ദൂതന്മാർ ലൂസിഫറിന്റെ ലീഡർഷിപ്പിൽ എന്ത് സംഭവിച്ചു? ദൈവത്തിന് മുകളിൽ സിംഹാസനം വെച്ച് വാഴണമെന്ന് അവർ ആഗ്രഹിച്ചു. ദൈവം തൊട്ടെന്നറിയാമോ? അവർ വെട്ടി അങ്ങ് താഴെയിട്ടു. അതുപോലെ തന്നെ വ്യാജ ദേവന്മാർ. ചിലർ ഈ ഭൂമിയിൽ അങ്ങനെ ഇപ്പോഴും ദേവന്മാരായിട്ട് കഴിയുന്നവരുണ്ട്. അവരെ പൂജിക്കാനും ചിലരുണ്ട്. പെട്ടെന്ന് അവരങ്ങ് ദൈവങ്ങളായി മാറുകയാണ്. അവരും ചില അത്ഭുതങ്ങൾ ഒക്കെ കാണിക്കുന്നുണ്ട്. ജനം അവരെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സാക്ഷികളായിട്ട് കാണുന്നത്, പ്രിയമുള്ളവരെ, ആകാശം ഭൂമിയും. സങ്കീർത്തനം 50:4. അതുപോലെ തന്നെ നമുക്കറിയാം, കാലിലെ പൊടി, അതൊരു സാക്ഷ്യം പറയുന്നതാണ്. അതുപോലെ തന്നെ കല്ലുകൾ, അതുപോലെ തന്നെ ഭിത്തി, ഇവയെല്ലാം സാക്ഷികളായിട്ടുള്ള സാക്ഷികൾ ഗണത്തിൽ വരുന്നതാണ്. ഇനിയും പ്രിയമുള്ളവരെ, ന്യായവിധി എങ്ങനെയൊക്കെയാ? ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ കാണുന്ന ലോകത്തിൽ, ഇന്ന് നമ്മൾ ഈ താമസിക്കുന്ന ലോകത്തിൽ കൊലയ്ക്ക് ഒരു കണക്കില്ല. വിഷം കൊടുത്താ കൊല്ലുന്നത്, പാമ്പിനെ അയച്ച് കൊല്ലുകയാ. കൊലയ്ക്ക് ഒരു കണക്കുമില്ല. 2 പേരെ കൊന്ന ഒരു മനുഷ്യനെ കഴിഞ്ഞ ദിവസം കണ്ടു. അയാൾക്കൊരു പശ്ചാത്താപവുമില്ല. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ സ്വർഗീയ കോടതിയിലെ ന്യായവിധി മത്തായി 20:1 എഴുതിയിരിക്കുന്നു, ന്യായമായിട്ടായിരിക്കും. അവിടെ പക്ഷഭേദമൊന്നുമില്ല. ഇക്കാലത്ത് നമുക്കറിയാം, ജഡ്ജിമാർക്ക് പോലും ഉണ്ട് രാഷ്ട്രീയം. രാഷ്ട്രീയമില്ലാത്ത ചില ആളുകളുണ്ട്. എനിക്ക് രാഷ്ട്രീയമൊന്നും വേണ്ട, രാഷ്ട്രീയമില്ലാത്ത ആരുമില്ല. ജഡ്ജിമാര് നീതിപീഠത്തിൽ ഇരിക്കുമ്പോൾ രാഷ്ട്രീയമില്ലെന്ന് പറയാം. അവരിറങ്ങി കഴിയുമ്പോണ്ടല്ലോ അവർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടങ്ങ് മാറുകയാണ്. അതുപോലെ തന്നെ പ്രിയം 1 കൊരിന്ത്യർ 4:5 നന്നായിട്ടുള്ള ഒരു വിധിയായിരിക്കും. റോമർ 2:10 എഴുതിക്കും, മുഖപക്ഷം കൂടാതെയുള്ള വിധിയായിരിക്കും. മുഖപക്ഷം അവിടെ കാണില്ല. അതുപോലെ തന്നെ റോമർ 14:10 എഴുതിയിരിക്കുന്നു, ഓരോരുത്തരെയാ ന്യായം വിധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളിനി ചിന്തിക്കാൻ പോകുന്നത്, ഞാൻ മുമ്പ് സൂചിപ്പിച്ച 2 തരത്തിലുള്ള ന്യായാസനമാണ്. ഒന്ന് ഗ്രേറ്റ് വൈറ്റ് ത്രോൺ. 2 ക്രിസ്തുവിന്റെ ന്യായാസനം. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിലാണ് പ്രിയമുള്ളവരെ വിശ്വാസികൾ നിൽക്കുന്നത്. വിശ്വാസികളെ ന്യായം വിധിക്കും. അങ്ങനെ ചിന്തിക്കണ്ട. വിശ്വാസികൾക്ക് കൊണ്ട് ഒരു ന്യായവിധി. ഒന്നാമത്തെ ഒരു പോയിന്റ് നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെ കാണാൻ കഴിയുന്നു. When we appear before the judgment of Christ, we shall appear as we really are. നമ്മൾ കർത്താവിന്റെ സിംഹാസനത്തിൽ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയോ അങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും. അവിടെ ഒന്നും മറയ്ക്കാൻ കഴിയില്ല. ഇന്നത്തെ ഉപദേശിമാരെയും പാതിരിമാരെയും ഒക്കെ നമുക്ക് മറയ്ക്കാം. പക്ഷേ സ്വർഗീയ കോടതിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആരെയും നമുക്ക് അവിടെ ഒളിക്കാൻ പറ്റില്ല. നമ്മുടെ റിയാലിറ്റി എന്താണോ അത് ദൈവത്തിന് അറിയാം. അവിടെ എക്സ്റേയുടെയോ AI ക്യാമറയുടെയോ ഒന്നും ആവശ്യമില്ല. ദൈവം നമ്മളൊന്ന് കണ്ടു കഴിയുമ്പോൾ അറിയാം ഏത് ടൈപ്പാണ് ദൈവത്തിന് അറിയാം. ഇവിടെ നോക്കുക, ഇവിടെ വാസ്തവത്തിൽ പ്രിയമുള്ളവർ, നമ്മുടെ യഥാർത്ഥ അവസ്ഥ ആ സ്വർഗീയ കോടതിയിൽ ആ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടും. അതുപോലെ നമ്മുടെ ഹൃദയം കാണാൻ എന്താണെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിൽ 4 കാണുന്ന ഒരു ദൈവമുണ്ട്. ചില കള്ളത്തരങ്ങളൊക്കെ ഹൃദയത്തിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നവരുണ്ട്. അതെല്ലാം ദൈവം കണ്ടുപിടിക്കും. മനുഷ്യന് മുമ്പിൽ വലിയ പ്രാർത്ഥനയും ഭക്തിയും ഒക്കെ കാണിക്കും. ഹൃദയം മാത്രം ആരെയും കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് കാണുന്ന ദൈവമുണ്ട്. ദൈവത്തിന് മുമ്പിലൊന്നും മറയ്ക്കുവാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഹല്ലേലൂയ, ഇവിടെ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന വലിയൊരു സൈക്കോളജിസ്റ്റ് മനസ്സിനെ 3 തരംതിരിച്ചു. ഒന്നാമത്തേതാണ് കോൺഷ്യസ് മൈൻഡ്, രണ്ടാമത്തേതാണ് സബ് കോൺഷ്യസ് മൈൻഡ്, മൂന്നാമത്തേതാണ് അൺകോൺഷ്യസ് മൈൻഡ്.
പ്രിയമുള്ളവരെ, നമ്മൾ ലോകത്തിലായിരിക്കും ഒരു നുണ പരിശോധനയുണ്ട്. എന്നാൽ സ്വർഗീയ കോടതിയുടെ മുമ്പിൽ പ്രിയമുള്ളവരെ നമ്മളെ പരിശോധിക്കാൻ ഒന്നിൻ്റെ ആവശ്യമില്ല. ദൈവം നമ്മുടെ ഹൃദയമൊക്കെ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 1 ശമൂവേൽ 16-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ, മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ഒരു തമിഴിൽ ഒരു ചൊല്ലുണ്ട്, നിന്നുള്ളത്തിൽ നിലവെപ്പടിയോ നീ അപ്പടിയേ ഇരിക്കറാർ. അത് ഞാൻ കുറച്ച് 10-30 വർഷം മുമ്പ് പഠിച്ചതാണ്. നമ്മുടെ ഹൃദയം എങ്ങനെയാണ് ഇരിക്കുക അതുപോലെ നമ്മുടെ മുഖത്തും അറിയാവുന്നു. പ്രിയമുള്ളവർ, രണ്ടാമത്തെ ഒരു പോയിന്റ്, അത് കൊരിന്ത്യർ 5:10 നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടതാണ്. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം അത് എങ്ങനെയാണെന്നുള്ളത് പ്രിയമുള്ളവരെ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ദൈവം അത് ബോധ്യപ്പെടുത്തരുന്നത്. പ്രവൃത്തി 5:1 മുതൽ 10 വരെ ഒരു സംഭവകഥ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ ഒരു ഭാര്യയും ഭർത്താവും. ഭാര്യയുടെ പേരാണ് സഫീര, ഭർത്താവിന്റെ പേരാണ് അനന്യാസ്. ഇവരെന്താണെന്നറിയാമോ? 1-ാം നൂറ്റാണ്ടിൽ ഒരു വലിയൊരു സാമൂഹിക ക്രമം ഉണ്ടായിരുന്നു. ആ ക്രമം 1-ാം നൂറ്റാണ്ടിൽ തന്നെ അസ്തമിച്ചു പോയി. എന്താണ് ആ സാമൂഹിക ക്രമം? എല്ലാവരും ധരിച്ചു കർത്താവ് ഇപ്പോൾ വരുമല്ലോ, സമ്പത്തിന്റെ ഒന്നും ആവശ്യമില്ല, പ്രോപ്പർട്ടിയുടെ ആവശ്യമില്ല. അവരെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കീഴിൽ കൊണ്ടുവച്ചു. ആ കൂട്ടത്തിൽ ഒരു ഭാര്യയും ഭർത്താവും. എന്താണെന്നറിയാമോ? അവരവരുടെ വസ്തുവൊക്കെ വിറ്റു. ഭാര്യയും ഭർത്താവും കൂടി ആലോചിച്ചു, കമ്മിറ്റി കൂടി. ഒരാൾ പറഞ്ഞു, ഇത്രയും പൈസയൊന്നും ആലയത്തിൽ കൊടുക്കേണ്ട കാര്യമില്ല. ചിലർ അങ്ങനെ ആണല്ലോ, ബാക്കി എല്ലാത്തിനും പൈസയുണ്ട്, കർത്താവിന് കൊടുക്കാൻ മാത്രം കാണുകയില്ല. അതിനോടുകൂടി ഇപ്പം ഗുണം പിടിക്കാതായിരിക്കുന്നത്. കാരണം ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല, അത് വേറെ വിഷയം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഭർത്താവ് എന്തോടുത്ത് ഭാര്യയോട് പറഞ്ഞു, ഞാൻ കർത്തദാസനാകുന്ന പത്രോസിനൊന്ന് കണ്ടേച്ച് വരട്ടെ. ഉള്ളതും ഒത്തിരി മാറ്റി ഒരു ശകലം മാത്രം എടുത്തുകൊണ്ട് ദേവാലയത്തിൽ പോയി. അവിടെ കർത്തദാസൻ പത്രോസ് ഇരിക്കുക. പത്രോസ് ഇതെല്ലാം ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക. ഈ അനന്യാസും ഭാര്യയും കൂടെ സംസാരിക്കുന്നതും ഒളിച്ചു വെക്കുന്നതും മറച്ചു വെക്കുന്നതും എല്ലാം പത്രോസ് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ മന്ദം എന്ത് സംഭവിച്ചെന്നറിയാമോ? കർത്തൃദാസന്റെ അടുത്തേക്ക് അനന്യാസ് വന്നു. അനന്യാസിനോട് പ്രൈസോട് പാസ്റ്ററെ, പ്രൈസ് ലോർഡ്, എന്തുകൊണ്ട് വിശേഷം? വസ്തുവൊക്കെ വിറ്റല്ലേ? പാസ്റ്റർ അങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് മാത്രം കർത്തൃദാസൻ പറഞ്ഞു. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഒറ്റ ചോദ്യം ചോദിച്ചു, ഇത്രയ്ക്കേ ഉള്ളോ? ഇന്ന് ഈ വിറ്റത് ഇപ്രാവശ്യം ഇത്രയ്ക്കേ ഉള്ളോ? അതേ പാസ്റ്ററെ, എന്തോ പറയാനാ, വസ്തുവിന് അവിടെ വിലയുള്ള സ്ഥലം കോർപ്പറേഷൻ ഏരിയ അല്ല പാസ്റ്ററെ, അവിടെ വിലയുള്ള ഏരിയ അല്ല. ഉടനെ കർത്തൃദാസൻ പറഞ്ഞു, നീ പരിശുദ്ധാത്മാവിനോടാണ് നീ വ്യാജം പറയുന്നത്. ഇത്ര പറഞ്ഞ മാത്രയിൽ എന്ത് സംഭവിച്ചു? അനന്യാസ് പുറകോട്ട് വീണ് മരിക്കുകയാണ്. മണിക്കൂർ 4 കഴിഞ്ഞു. കുറെ കഴിഞ്ഞ് ഭാര്യയ്ക്കാകെ ഒരു വിഷമം. ഭർത്താവ് പോയിട്ട് 3-4 മണിക്കൂറായല്ലോ, എന്താ അദ്ദേഹം താമസിക്കുന്നത്? ഇത്രമാത്രം പാസ്റ്ററുമായിട്ട് സംസാരിച്ചിട്ടുണ്ടിരിക്കുകയാണോ? ഏതായാലും ഭാര്യ എന്തെടുത്തു? ഭാര്യ സഫീര ആലയത്തിലേക്ക് വന്നു. പാസ്റ്റർ ദൂരെ നിന്ന് കണ്ടു. പാസ്റ്റർ പറഞ്ഞു, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പാസ്റ്ററെ, അച്ഛൻ ഇങ്ങോട്ട് വന്നല്ലോ, വീട്ടിൽ ഇതുവരെ വന്നില്ല പാസ്റ്ററെ, എന്ത് സംഭവിച്ചു? അദ്ദേഹം മറുപടി പറയാതെ തന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വസ്തുവൊക്കെ വിറ്റൊന്നറിഞ്ഞു, ഇത്രയ്ക്കേ ഉള്ളൂ? അതേ പാസ്റ്റർ, ഇത്രയ്ക്കേ ഉള്ളൂ. അതേ സെന്റൻസ് ഭാര്യയോടും പറഞ്ഞു, നീ ദൈവാത്മാവിനോട് വ്യാജം പറയുന്നു. എന്താണ് സംഭവിച്ചത്? ഭാര്യയും അതുപോലെ പുറകോട്ട് വീണ് മറിഞ്ഞു വീഴുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കള്ളം പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് പ്രിയമുള്ളവരെ ഈ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഈ മരണകഥ. 1 കൊരിന്ത്യർ 3:13 വരുമ്പോൾ, അതെ, ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോട് വെളിപ്പെടുത്തും, ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്നപദമെന്ന് അതെ തീ തന്നെ ശോധന ചെയ്യും. തീ തന്നെ ശോധന ചെയ്യുന്ന ഒരു കാലം അന്ന് ഉണ്ടാകും എന്നർത്ഥം.
1 കൊരിന്ത്യർ 4:5 അവൻ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്ന വെളിച്ചത്തിലാക്കി ഹൃദയങ്ങൾക്ക് ആലോചനകളെ വെളിപ്പെടുത്തും. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങളെ നാം ഒന്ന് പരിശോധിക്കണം. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഹൃദയമല്ല, പുതിയൊരു ഹൃദയത്തെ നീ കർത്താവിനോട് വാഞ്ചിക്ക്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഹൃദയത്തെ നീ മാറ്റിവെക്ക്. പുതിയൊരു ഹൃദയം, ഒരു പുതിയ ഉണർവ്, ഒരു പുതിയ പാട്ട്, ഒരു പുതിയ അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഒരു പുതിയ ഹൃദയം കർത്താവിൽ നീ ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ. ഹൃദയത്തിന്റെ ശുദ്ധിയാണ് കർത്താവ് നോക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, when we appear before the judgment seat of Christ, we shall have to give an account of answers and of the services. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പായി നിൽക്കുമ്പോൾ നാം നമ്മുടെ പ്രവൃത്തികൾക്ക് കണക്ക് കൊടുക്കണമെന്ന്, അക്കൗണ്ട് കൊടുക്കണമെന്ന്. റോമർ 14:12 നമ്മൾ ഓരോരുത്തർ ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. 2 കൊരിന്ത്യർ 5:15 ജീവിക്കുന്നവനിനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായ തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, നാം പുതിയ സൃഷ്ടിയായി മാറണം. ഒരു പുതിയ വ്യക്തിയായിട്ട് മാറണം. നമ്മുടെ ചിന്തകൾ മാറട്ടെ. ലോകത്തിനെ നീ പ്രസാദിപ്പിക്കാൻ പോകാതെ, ലോകത്തിനെ സന്തോഷിപ്പിക്കാൻ നീ പോയാലുണ്ടല്ലോ, പ്രസംഗം, എനിക്ക് ഇത്ര വ്യൂസ് വന്നു, അങ്ങ് ഭയങ്കര ചെടിച്ചെടാന്ന് അങ്ങ് വെളിച്ചത് പറയില്ലയോ? ദൈവം ഇത് കണ്ട് സന്തോഷിക്കുകയല്ല, നീ മനസ്സിലാക്ക്. അഹങ്കാരം പാടില്ല, അധികപ്രസംഗം പാടില്ല. നീ നീ എത്രമാത്രം താഴ്ന്നു അത്രമാത്രം ദൈവം നിന്നെ കൈപിടിച്ച് മുകളിലോട്ട് ഉയർത്തും. ഇവിടെ നോക്കുക പ്രിയമുള്ളവരെ, ഒരു പുതിയ മനുഷ്യനായി നീ മാറ്, ഒരു പുതിയ സൃഷ്ടിയായിട്ട് നീ മാറ്. ഒരു പാട്ടുകാരൻ പാടുന്ന എങ്ങനെയാ? ഞാനല്ല ഇനി ജീവിക്കുന്നത്, ഞാനല്ല ഇനി ഞാനല്ല, യേശുവത്രേ എന്നിൽ ജീവിക്കും. നീ യേശുവിൻ്റെ ഒരു സാക്ഷിയാണെങ്കിൽ, നീ യേശുവിൻ്റെ ഒരു ഫോളോവർ ആണെങ്കിൽ, നീ യേശുവിനെ പോലെ ആകാൻ നീ ശ്രമിക്കും. മറ്റുള്ളവരുടെ സന്തോഷമല്ല, മറ്റുള്ളവരുടെ പ്രശംസയല്ല നീ നോക്കേണ്ടത്. നീ നിന്റെ കർത്താവിൻ്റെ പ്രശംസ നീ നോക്ക്. കർത്താവ് നീ ചെയ്യുന്നത് കർത്താവിന് ഇഷ്ടമാണോ നീ പരിശോധിക്ക്. നീ മടങ്ങി വാ. നീ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മടങ്ങി വാ. നീ മുടിയനായ പുത്രനെ പോലെ നീ മടങ്ങി വാ. ലോകത്തെ പ്രസാദിപ്പിക്കാൻ നീ മടങ്ങി വാ. ദൈവം നിന്നെ ആഗ്രഹിക്കുക, ദൈവം നിന്നെ വിളിക്കുക, പുതിയ സൃഷ്ടിയായിട്ട് മാറാൻ. മത്തായി 6:19-21 വരെ വായിക്കുമ്പോൾ, പുഴുവും തുരുമ്പും കെടുക്കയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപിക്കരുത്. അതെങ്ങനെ നോക്കുന്നേ? ഇന്ന് ടെക്നോളജി അങ്ങ് വളർന്നില്ലേ? എത്ര ബാങ്കിലാണെന്നും ഇപ്പം ബാങ്കിലൊന്നും പോകണ്ടല്ല, വീട്ടിൽ നിന്നെല്ലാം സാധിക്കാം. പൈസ ഇടുന്നതും പൈസ വാങ്ങിക്കുന്നതും ക്യാഷ്ലെസ് സൊസൈറ്റി ആയിട്ട് മാറിയിരിക്കുക നമ്മുടെ സമൂഹം. അപ്പം ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ പറയും ഇതൊക്കെ പഴയ കാലത്ത് എഴുതിയാന്നൊക്കെ പറയും. പ്രിയമുള്ളവരെ, അവിടെ എഴുതിയിരിക്കുന്നത് അത് പുഴുവും തുരുമ്പും കടിക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം നീ സ്വരൂപിച്ചു കൊള്ളുവീൻ. നിന്റെ നിക്ഷേപം ഉള്ളിലുള്ള നിന്റെ ഹൃദയം ഇരിക്കുന്നു. നിന്റെ നിക്ഷേപം സ്വർഗത്തിലാകണമെന്ന്, ഭൂമിയിലാകരുതെന്ന്. നിന്റെ നിക്ഷേപം സ്വർഗത്തിലാകട്ടെ. പാട്ടുകാരൻ എന്താ പാടുന്നത്? പാട്ടുകാരൻ ഇങ്ങനെ പാടുകയാണ്, നിന്റെ നിക്ഷേപം അവനെന്ന് കരുതാമെങ്കിൽ സക്ഷേപമവ നീലമരാം. ഇത്ര ശ്രേഷ്ഠനാം ഒരുവൻ നിൻ കൂട്ടിനായരികിലുള്ളതിനാലെന്തിനാകുലം കലരുന്നൻ മനമേ, എന്തിനാകുലം കലരുന്നൻ മനമേ. യേശു ദായകൻ സമാധാനം, ദായകൻ നിനക്കെന്ത് ധനമേ, എന്തിനാകുലം കലരുന്നൻ മനമേ.
എന്തിനാകുലം കലരും നന്മനമേ. നീ ഇന്നധികം ധനിയാവാൻ നിധിയാം തീയിലൂതി കഴിച്ച പൊന്മതിയാം ഭൂവിൽ ക്രിസ്തുവുള്ളവനെ പോൽ ഇത്രമാം ധനികനൻ നദിനാലെന്തിനാകുലം കലരും നന്മനമേ. എന്തിനാകുലം കലരും നന്മനമേ. എന്തിനാകുലം കലരും നന്മനമേ. പ്രിയമുള്ളവരെ, ഭൂമിയിലെ നിക്ഷേപമല്ല, സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടെങ്കിൽ നിനക്ക് സമാധാനം ലഭിക്കും. ചിലർക്ക് രാത്രി 2:30 3:30 ഉറക്കം വരുന്നില്ല. ഉറക്കം എങ്ങനെ വരാനാ? ചിന്തകളൊക്കെ പലയിടത്ത് ഓടുകയല്ലേ. നിനക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ, നിനക്ക് സ്വസ്ഥത ലഭിക്കുമെങ്കിൽ നീ മടങ്ങി വാ. നീ കർത്താവിൻ്റെ ഫോളോവറാക്. കർത്താവിനെ നീ പിൻപറ്റ്. അവൻ്റെ സാക്ഷിയായിട്ട് നീ മാറ്. ഭൂമിയിലല്ല നിക്ഷേപം വേണ്ടത്, സ്വർഗത്തിലാണ് നിക്ഷേപം വേണ്ടത്. ദാനിയേൽ 12:3 പ്രിയമുള്ളവരൊരു വാക്യമുണ്ട്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നാൽ ആകാശത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്ന നക്ഷത്രങ്ങളെ പോലെയും ഇന്ന് വന്നേക്കും പ്രകാശിക്കും. പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹല്ലേലൂയ, എത്ര പേര് നമ്മളെ നീതിയിലേക്ക് നമ്മൾ നയിക്കുന്നുണ്ട്? എത്ര പേർക്ക് നമ്മൾ ഉപദേശം കൊടുക്കുന്നുണ്ട്? എത്ര പേർക്ക് നമ്മൾ ആലോചന കൊടുക്കുന്നുണ്ട്? ഒരാളെങ്കിലും നീ നേടുന്നുണ്ടോ? ഒരാളെങ്കിലും നീ നേടുന്നുണ്ടോ? നീതിയിലേക്ക് നയിക്കുന്നുണ്ടോ? മത്തായി 12:36 എഴുതിയിരിക്കുന്നത്: എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസാരത്തിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഓൾ ദ വേർഡ്സ് ദാറ്റ് ആർ ഹാവ് സ്പോക്കൺ. നമ്മൾ എന്ത് സംസാരിക്കുന്നോ, നമ്മൾ എന്ത് നനയ്ക്കുന്നുവോ, അതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും. കണക്ക് കൊടുക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതിനെല്ലാം രേഖയും അതിനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. റോമർ 12:10 സഹോദര പ്രീതിയാൽ തമ്മിൽ സ്വസ്ഥായിപ്പുണ്ട്, അയ്യാതെ ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. പ്രിയമുള്ളവരെ, നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ, മറ്റുള്ളവരെ ശ്രേഷ്ഠൻ എന്നുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? സഹോദര സഹോദരി ബന്ധം നിങ്ങളുടെ ശരിയാണോ? സഹോദരിയോട് സഹോദരൻ സ്നേഹമായിട്ട് സംസാരിക്കുന്നുണ്ടോ? സഹോദരി തിരിച്ചങ്ങനെ ചെയ്യുന്നുണ്ടോ? എവിടെ ചെന്നാലും നമ്മൾ എന്തെടുക്കുന്നു? നമ്മൾ വലുത് എന്നുള്ള ചിന്തയാണ് നമുക്കുള്ളത്. സൗമ്യത നിന്റെ ജീവിതത്തിലുണ്ടോ? സൗമ്യത ഉണ്ടോ? ശാന്ത സ്വഭാവം നിനക്കുണ്ടോ? ചിലരുണ്ട് ചെറുപ്പത്തിൽ ചോരത്തിളപ്പിൽ എന്തൊക്കെ പറയും, വഴക്കുണ്ടാക്കും, ബഹളം ഉണ്ടാക്കും. പ്രായം കൂടുന്തോറും അവരങ്ങ് സൗമ്യരാകും. ചിലർ പ്രായം കൂടുമ്പോഴാണ് പ്രശ്നം കൂടുന്നത്. നമ്മൾ പറയാറില്ലേ, ചെറുപ്പത്തിലൊക്കെ നല്ല സ്വഭാവമല്ലായിരുന്നു, ഇപ്പോൾ ആ മനുഷ്യൻ്റെ സ്വഭാവം കണ്ടു എന്ത് മൃഗമായിട്ട് മാറി നമ്മൾ പറയാറുണ്ട്. സൗമ്യത, അതാണ് കർത്താവിൻ്റെ മുഖം. സൗമ്യത, സിംപ്ലിസിറ്റി, ഹ്യൂമിലിറ്റി പ്രിയമുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മൾ ആരോട് എന്ത് സംസാരിക്കുന്നുവോ, എന്ത് പറയുന്നുവോ, നമ്മളൊന്ന് വീണ്ടും വിചരണം, ഒരു ഇൻട്രോസ്പെക്ഷൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. ഞാനാ പറഞ്ഞ് തെറ്റായിപ്പോയി, ഞാനാ ചെയ്ത് തെറ്റായിപ്പോയി, ഞാൻ അവിടെ അത് പറയരുതായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ ഒരു സംസാരമാണ് പ്രിയമുള്ളവരെ ചില ബന്ധങ്ങൾ ജീവിതം മൊത്തം അകന്നു പോകുന്നത്. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? കർത്താവിൻ്റെ ഭാവം നമ്മൾ ധരിക്കണം. സൗമ്യരായി നമുക്ക് ഈ ലോകത്ത് മുന്നോട്ട് നീങ്ങാം. 1 കൊരിന്ത്യർ 3:13 ഓരോരുത്തരുടെ പ്രവൃത്തി ഈ വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. തീയാണ് ശോധന ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, 3ാമത്തെ പോയിന്റ്, when we appear before the judgment seat of Christ, everything which is worthless and empty will be burned up. Not only that, which can stand the test of fire will be remain. പ്രിയമുള്ളവരെ, ക്രിസ്തു എന്ന അടിസ്ഥാന കല്ലിൽ, മൂലക്കല്ലിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നമ്മൾ കെട്ടിടം പണിയുന്നത്, നമ്മുടെ സ്വർഗീയ ഭവനം പണിയുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ പണിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട് പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. നിങ്ങൾക്കറിയാമോ, സ്വർണവും അതുപോലെ തന്നെ കല്ലും ഒക്കെ അത് വേറെ. പുല്ല്, വൈക്കോൽ അവ ഒരിക്കലും കൂട്ടി യോജിപ്പിക്കാൻ കഴിയയില്ല.
നമ്മുടെ പ്രവൃത്തി, നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് പെട്ടെന്ന് തിരിച്ചറിയാമെന്ന്. ഇവിടെ പദാർത്ഥങ്ങൾ രണ്ട് തരത്തിലുണ്ട് നമുക്കറിയാം. ഒന്ന് ഗോൾഡ്, സിൽവർ, സ്റ്റോൺസ്, സ്വർണവും വെള്ളിയും കല്ലുകളും. അവ ഒരിക്കലും കരിയുന്നതല്ല. അത് തീയിലെത്തിട്ടാലും എന്ത് സംഭവിക്കും? അതിങ്ങനെ പുതുകി പുതുകി വന്നുകൊണ്ടിരിക്കും, ഒരു നോവൽറ്റി ഉണ്ടായിരിക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, തടിയും കച്ചിയും വൈക്കോലും ഒക്കെ എന്താ സംഭവിക്കുന്നത്? തീ കണ്ടു കഴിയുമ്പോൾ അത് ചാരമായി മാറും. പലരുടെയും വിശ്വാസം ഇങ്ങനെയാ, ചാരമായിക്കൊണ്ടിരിക്കുക, ഉറപ്പില്ല, സോളിഡ് അല്ല. പ്രിയരെ, കർത്താവ് എന്താ ആഗ്രഹിക്കുന്ന അറിയാമോ? ഒരു ഉറച്ച വിശ്വാസം, സോളിഡ് ബിലീഫാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇവിടെ യേശു ക്രിസ്തു എന്ന ആ അടിസ്ഥാന കല്ലിൽ നീ പണിയുന്നെങ്കിൽ എത്ര നിന്നെ ശോധന ചെയ്താലും നീ കുലുങ്ങുകയില്ല, നീ തകരില്ല, നീ തളരില്ല. നീ ദിനം പ്രതി പ്രതിദിൻ നീ പുതുക്കം വന്ന് ഒരു കഴുകനെ പോലെ നീ മാറുകയാ. അതിൽ ചാരത്തിലാ നീ പണിയുന്നെങ്കിൽ, വൈക്കോലിലാ നീ പണിയുന്നെങ്കിൽ, പുല്ലിലാ നീ പണിയുന്നെങ്കിൽ, ഒരു ചെറിയ ചാരം കണ്ടാലും, ചെറിയ തീ കണ്ടാലും അത് കരിഞ്ഞു പോകും. നിന്റെ വിശ്വാസം തളർന്നു പോകും, നീ തകർന്നു പോകും. മറ്റൊരു പോയിന്റ് പ്രിയമുള്ളവരെ, when we appear before the judgment seat of Christ, the purpose of the judge will not be punish unfaithfulness but to reward faithfulness. ഹല്ലേലൂയ. ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ നമ്മൾ വിശ്വസ്തരായി ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിന്ന് നമ്മളെ പരിശോധിക്കും, നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യും, നമ്മളെ ന്യായം വിധിക്കും. അവിടെ എന്താണ് സംഭവിക്കും? നമ്മുടെ വിശ്വാസത്തിനൊരു കേടും വരാതെ മുന്നോട്ട് പോയാൽ നമുക്ക് ലഭിക്കുന്ന എന്താണെന്നറിയാമോ? സമ്മാനങ്ങളും പ്രതിഫലവും ലഭിക്കും. അവിടെയാണ് വിഷയം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവ് സമ്മാനങ്ങൾ തരാൻ പോവുക. പാട്ടുകാരൻ പാടാൻ ആഗ്രഹമുണ്ടെങ്കിലും എങ്കിലും പാടാൻ ഞാൻ ആഗ്രഹിക്കുക. എന്താണ് പാട്ടുകാരൻ പാടുന്നത്? പൊന്മണി മാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥൻ എന്നെ ധരിപ്പിക്കുമെന്ന്, കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ, 1000 ആണ്ടു വസിക്കും അവരുടെ നാട്ടിൽ, മശിഹായോടു കൂടെ ഞാൻ വാഴും. പ്രിയമുള്ളവരെ, 1000 ആണ്ട് കർത്താവിനോടൊത്തൊരു മരണമില്ലാതെ ഒരു വിശ്വാസി ജീവിക്കും. അവന് പ്രതിഫലം ലഭിക്കും, അവന് സമ്മാനം ലഭിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് പലതരത്തിലുള്ള സമ്മാനം കർത്താവ് തരുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 2:19 പറയുന്നു, ആത്മാക്കളെ നേടിയാലുള്ള സമ്മാനം. നീ നേടുന്നുണ്ടോ? അത് വെറും പറച്ചിലേ ഉള്ളോ? 2 ഹല്ലേലൂയ, വർജനം ആചരിച്ച് അംഗം നടത്തിയവർക്ക് 1 കൊരിന്ത്യർ 9:24. 3 നല്ല പോർ പൊരുതിയവർക്ക്. അതാ പൗലോസ് പറഞ്ഞ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടമോടി, ഇനി ജീവന്റെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പൗലോസിനെ പോലെ നിനക്ക് പറയാൻ കഴിയുമോ? അതുപോലെ തന്നെ മരണപര്യന്തം വിശ്വസ്തരായി നിന്ന രക്തസാക്ഷികൾക്കുള്ള സമ്മാനം. പ്രിയമുള്ളവരെ, തേജസ്സിന്റെ വാടാത്ത കിരീടം. അങ്ങനെ പലതരത്തിലുള്ള പ്രിയമുള്ളവരെ അവാർഡ്സ്, ഉപഹാരങ്ങൾ, ഗിഫ്റ്റുകൾ, സമ്മാനങ്ങൾ പ്രിയമുള്ളവരെ കർത്താവ് നമുക്ക് നൽകാൻ പോവുകയാ. നീ എവിടാ പോകുന്നത്? ഇത് വിശ്വാസികൾക്കുള്ളതാ. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, വെളിപ്പാട് 20:4 എഴുതിയിരിക്കുന്നു, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ മരിക്കാത്തവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തം തലചേദിക്കപ്പെട്ടവർക്കും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാത്തവർക്കും നെറ്റിയിലും കൈവേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ 1000 വർഷം വാണു എന്നാണ് എഴുതിയിരിക്കുന്നത്. അടുത്തൊരു പോയിന്റ് ഇവിടെ പറഞ്ഞ് ഞാൻ പ്രിയമുള്ളവരെ ഞാൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. When we appear before the judgment seat of Christ, it will too late then to wish that we had been more faithful. നമ്മൾ എന്തെടുക്കണം? കർത്താവിന്റെ സന്നിധിയിൽ പ്രിയമുള്ളവരെ കൂടുതൽ വിശ്വസ്തരായിട്ട് മാറണം. ഇന്നലെ വരെയുള്ള ജീവിതമല്ല, നമ്മുടെ ജീവിതത്തിന് നോവൽറ്റി ഉണ്ടാകണം, ഒരു പുതുമ ഉണ്ടാകണം. കർത്താവ് പറഞ്ഞില്ലേ, ഇപ്പൊ പിടിച്ച മീനെ കൊണ്ടുപോവാ. കർത്താവ് ഇന്നലത്തെ മീൻ വേണ്ടെന്ന്, ഇന്നലത്തെ അനുഭവം വേണ്ടെന്ന്, ഇന്നലത്തെ മനുഷ്യനെ വേണ്ടെന്ന്. നിനക്കൊരു താജകി, നിനക്കൊരു ഫ്രഷ്നെസ് നിന്റെ ജീവിതത്തിൽ കടന്നു വരണം.
നിന്റെ വിശ്വാസത്തിൽ, നിന്റെ ശുശ്രൂഷയിൽ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 11:31 എഴുതിയിരിക്കുന്നു, പ്രിയരെ, ഹല്ലേലൂയ, കുറെ കൂടി നമുക്ക് വിശ്വസ്തരാകാം. നമുക്ക് അല്പം കൂടെ സൂക്ഷ്മതയുള്ളവരായി മാറാം. നമ്മുടെ പ്രവർത്തിക്കും സാക്ഷ്യത്തിനും നമുക്ക് സാക്ഷ്യവും മെച്ചമാക്കാൻ നമുക്ക് ശ്രമിക്കാം. ലോകത്തിന് മുമ്പിൽ നമുക്ക് സാക്ഷികളാകാൻ കഴിയുമോ? നിനക്കറിയാം, വടക്കേണ്ടിയ പഴയതൊന്നുമല്ല. ഇപ്പൊ എന്നും ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. കോടതിയുണ്ട്, ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ കോടതി ഒന്നും അനുകൂലമല്ല. എന്നും പ്രശ്നങ്ങളാ. ആരെങ്കിലും അതെ, ഇപ്പോൾ ഇന്ത്യക്കാർ വളരെയധികം ക്രിസ്തുവിലേക്ക് വന്നുകൊണ്ടിരിക്കുക. എപ്പോഴും ഉപദ്രവങ്ങളും മരണങ്ങളും മാത്രം നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ മത്തായി 25:21 എഴുതിയിരിക്കുന്നു, എന്താണ്? നല്ലവനും വിശ്വസ്തനായ ദാസനേ എന്നുള്ളൊരു ഇമ്പസ്വരം കേൾക്കാൻ നീ തയ്യാറാണോ? നീ ക്രിസ്തുവിന്റെ ന്യായാസനത്തിലാണ് നിൽക്കുന്നതെങ്കിൽ കർത്താവ് നിന്നെ അങ്ങനെ വിളിക്കും. അതല്ല, നീ വെള്ളസിംഹാസനത്തിന് മുമ്പിലാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? മടിയനാകുന്ന ദാസനെ, അവിശ്വസ്തനായ ദാസനെ എന്ന് വിളിക്കും. നീ ഏത് വിളി കേൾക്കാനാണ് നീ ആഗ്രഹിക്കുന്നത്? നീ ഏത് കോടതിക്ക് മുമ്പിലാണ് പോകാൻ ആഗ്രഹിക്കുന്നത്? നീ ഏത് ന്യായാസനത്തിന് മുമ്പിൽ പോകാനാണ് നീ ആഗ്രഹിക്കുന്നത്? തീരുമാനം നിന്റേതാ. പ്രിയമുള്ളവരെ, നമുക്ക് നല്ല സാക്ഷികളാകാം, നമുക്ക് നല്ല ആത്മീയരാകാം, നമുക്ക് കർത്താവിന്റെ ശബ്ദം കേൾക്കാം. കർത്താവിന് വേണ്ടി പൗലോസ് എന്താ പറഞ്ഞത്? ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടമോടി, ഇനി ഞാൻ ജീവന്റെ കിരീടത്തിനായി ഞാൻ എന്നെ സമർപ്പിക്കുക. പ്രിയമുള്ളവരെ, ലോക ജീവിതം നശ്വരമാ, നൈമിഷികമാ. നാളെ എന്ത് സംഭവിക്കുന്നത് പറയാൻ പറ്റത്തില്ല. ഉള്ള സമയം കർത്താവിന് വേണ്ടി നീ ചെലവഴിച്ചാൽ നീ വെള്ളസിംഹാസനത്തിന് മുമ്പിലല്ല നിൽക്കുന്നത്, മറിച്ച് വിശ്വാസികളുടെ ഗണം, വിശ്വാസികളുടെ പട്ടിക, വിശ്വാസികളുടെ കാറ്റഗറി നിൽക്കുന്ന ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പായി നീ നിനക്ക് നിൽക്കാൻ യോഗ്യത ലഭിക്കും. ഈ വാക്കുകൾ, ഈ വാചകങ്ങൾ, ഈ സംസാരം നിങ്ങൾക്ക് ആശ്വാസമായെന്നും അറിവുകൾ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, കേൾപ്പിച്ച് നല്ല വചനത്തായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഓരോരുത്തരും അനുഗ്രഹമായി അറിയുവാൻ സഹായിക്കണമേ. അടിയന്തര ബലപ്പെടുത്തിനായി സ്തുതിക്കുന്നു. ഓരോരുത്തരും സഹായിച്ചാൽ നിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടായതിനായി സ്തുതിക്കുന്നു. സർവേശ്വരനാമത്തിൽ തന്നെ ആമേൻ.